നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഉടനെ തന്നെ അർജുനൻ മറുപടി പറഞ്ഞു. അശരീരിയോടുള്ള മറുപടിയാണത്. ദൃശ്യമാനോ നിവാരയ, നീ ഇങ്ങനെ ഒളിച്ചു നിന്ന് എന്നോട് സംസാരിക്കണ്ട. നീ ഭീരുവാണ്. തൻ്റെ ഇടമുണ്ടെങ്കിൽ നേരിട്ട് വാ, എൻ്റെ കൺമുന്നിൽ വാ. എൻ്റെ കൺമുന്നിൽ വന്നിട്ട് വെള്ളം കുടിക്കരുത് എന്ന് നീ എന്നോട് വിരോധം പറയുക. നീ അങ്ങനെ എൻ്റെ മുന്നിൽ വരാനുള്ള തൻ്റെ ഇടം കാണിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? യാവത് ബാണീർ വിനിർഭിന്ന പുനർനൈവം വദിഷ്യസി. എൻ്റെ അമ്പുകൾ, കൂർത്തുമൂർത്തതായ അമ്പുകൾ വന്ന് നിന്റെ ശരീരത്തെ മുഴുവൻ കഷണം കഷണമായി നുറുക്കും. ആ നിമിഷം, നീ എൻ്റെ മുന്നിൽ വരുന്ന നിമിഷം, പിന്നെ ഒരിക്കലും നീ ഇങ്ങനെ പറയില്ല, പറയാൻ നീ ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അർജുനൻ എന്ത് ചെയ്തു എന്നറിയോ? ഏവമുക്ത്വാ തതഃപാർത്ഥഃ ശരൈർ അസ്ത്രാനുമന്ത്രിതൈഹി പ്രവവർഷ ദിശകൃത്സ്നാഹ ശബ്ദവേദം ച ദർശയൻ. തന്റെ അവനാഴിയിലിരിക്കുന്ന അമ്പുകൾ വളരെ വേഗത്തിലെടുത്തിട്ടാണ് അദ്ദേഹം വില്ലിൽ തൊടുത്ത് അമ്പ് ചെയ്യുന്നത്. ശരവർഷമാണ്, മഴ പെയ്യുന്നത് പോലെ അമ്പുകൾ എല്ലാ ദിക്കുകളിലേക്കും. എങ്ങനെ ആ അമ്പുകളിലെല്ലാം ദിവ്യാസ്ത്രങ്ങളുടെ ശക്തി പകർന്നിട്ട്, ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് ആ ദിവ്യാസ്ത്രങ്ങളുടെ ശക്തി അമ്പുകൾക്ക് പകർന്നിട്ടാണ് അർജുനൻ മഴ പോലെ 10 ദിക്കുകളിലേക്കും അമ്പ് പായിച്ചു വിടുന്നത്. ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് അമ്പ് വിടാൻ എവിടെ നിന്നിട്ടാണോ ശബ്ദം വരുന്നത് ആ ലക്ഷ്യത്തെ എയ്തു വീഴ്ത്താൻ ശേഷിയുള്ളയാളാണ് അർജുനൻ. ശബ്ദവേദം ചെയ്യാൻ കഴിവുള്ളയാളാണ് അർജുനൻ. അതുകൊണ്ട് രാത്രി യുദ്ധവും അർജുനന് സാധ്യമാണ്. ഈ ചെറിയൊരു ശബ്ദം ദൂരെ എവിടെ നിന്നെങ്കിലും കേട്ടാൽ മതി, അടുത്ത നിമിഷം അർജുനന്റെ അമ്പ് ആ ശബ്ദം പുറപ്പെട്ട സ്ഥാനത്ത് ചെന്ന് തറഞ്ഞിരിക്കും. കൃത്യമായി ഇരുട്ടത്ത് ദിശ നിശ്ചയിക്കാനും കൃത്യമായി എഴുതുകൊള്ളിക്കാനുമുള്ള സാമർഥ്യം, ശബ്ദവേദിയായിട്ടുള്ള ആ വിദ്യ, അത് അർജുനൻ സ്വാധീനമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തി ആ ഒരു ശക്തിവിശേഷം, പാണ്ഡവന്മാരെ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് തടയുന്ന ശക്തിവിശേഷം, ആ ശക്തി തന്നെ പിന്നീട് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കാണും. യക്ഷൻ എന്നാണ് തന്നെ പരിചയപ്പെടുത്തിയത്. പക്ഷെ അത് യക്ഷനും ആയിരുന്നില്ല. അങ്ങനെ ആ ശക്തിവിശേഷം, ഇവരെയെല്ലാം തടയുന്ന ശക്തിവിശേഷം മുന്നിൽ വരുന്നില്ല, കണ്ണിനു മുന്നിലെത്തുന്നില്ല. പകരം ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കുന്നുള്ളൂ. ആ ശബ്ദം എവിടെ നിന്നാണോ വരുന്നത് അത് കണക്കാക്കിക്കൊണ്ട് കൃത്യമായി അങ്ങ് അവിടേക്കും അർജുനൻ അമ്പുകൾ എയ്തു. അങ്ങനെ ശബ്ദവേദം ചെയ്യുവാനുള്ള തന്റെ കരുത്തും അദ്ദേഹം പ്രകടമാക്കിക്കൊണ്ടാണ് 10 ദിക്കുകളിലേക്കും അമ്പുകൾ മഴ പോലെ വേയിച്ചത്. ആ അമ്പുകളേറ്റിട്ട് ചുറ്റുപാടുമുള്ളതായ സകല വസ്തുക്കളും, മരങ്ങളൊക്കെ മുറിഞ്ഞു വീണു, വള്ളികളെല്ലാം കാറ്റത്ത് പറന്നുപോയി, കാനനത്തിലുള്ള മൃഗങ്ങളെല്ലാം അമ്പുകളേറ്റ് ആകെ തകർന്നുപോയി. ഇത് കണ്ടിട്ട് യക്ഷൻ ചോദിക്കുകയാണ്. പക്ഷേ ഈ അമ്പുകളൊന്നും തന്നെ യക്ഷന്റെ പുറത്ത് കൊണ്ടില്ല. ആ യക്ഷൻ ചോദിക്കുകയാണ്, കിം വിഘാതേനതേ പാർത്ഥ പ്രശ്നാനുക്ത്വാ തതഃ പിബ. അല്ലയോ പാർത്ഥ, നീ എന്തിന് ഈ കാട്ടിലുള്ളതായ ജീവവസ്തുക്കളെ, വൃക്ഷങ്ങളായാലും വള്ളികളായാലും പക്ഷിമൃഗാദികളായാലും അവയൊക്കെ നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിന്, ഹിംസിക്കുന്നത് എന്തിന്? അതുകൊണ്ടെന്ത് പ്രയോജനം? ഞാൻ ആ കൂട്ടത്തിലൊന്നും പെടുന്നില്ല, ഞാൻ വേറെയാണ്. നീ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ അമ്പുകൾ കൊണ്ട് എന്നെ സംഹരിക്കാമെന്ന് കരുതണ്ട.
നീ യുദ്ധത്തിന് ഇറങ്ങുവാൻ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ സമാധാനമായിട്ട് നിൽക്ക്. ഞാൻ നിന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നീ കൃത്യമായ മറുപടി തരിക. അതെനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കാൻ നിന്നെ അനുവദിക്കും. അങ്ങനെ ആ അവസരത്തിൽ ഞാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നിനക്ക് തടാകത്തിലിറങ്ങാം, വെള്ളം കുടിക്കാം, വെള്ളം കൊണ്ടുപോവുകയും ചെയ്യാം. അതിനു മുമ്പ് സാധ്യമേ അല്ല. അങ്ങനെ എന്റെ വാക്ക് ധിക്കരിച്ചിട്ട് നീ വെള്ളം കുടിക്കാൻ ശ്രമിച്ചാലോ എങ്കിൽ പീത്വൈവ ന ഭവിഷ്യസി. നീ തടാകത്തിലിറങ്ങി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, എന്നെ അനാദരിച്ച് വെള്ളം കുടിച്ചാൽ നീ പിന്നെ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. ഉറപ്പായിട്ട് ആ യക്ഷനാണ് എന്ന് അർജുനൻ മനസ്സിലാക്കിയിട്ടില്ല. ഏതോ ഒരു അദൃശ്യ ശക്തി ഇങ്ങനെ അർജുനനോട് പറഞ്ഞു. അർജുനൻ അത്തരം ശക്തികളെ ഒന്നും അംഗീകരിക്കുന്നയാളല്ലല്ലോ. ശത്രുവായിട്ട് ആര് തന്റെ മുന്നിൽ സംസാരിച്ചാലും പ്രവർത്തിച്ചാലും അയാൾ അംഗീകരിക്കില്ലല്ലോ. സവ്യസാചിയായിരിക്കുന്ന ധനഞ്ജയൻ, സവ്യസാചി ധനഞ്ജയ, വലത് കൈകൊണ്ട് മാത്രമാണ് സാധാരണ എല്ലാവരും അമ്പെയ്യുക. അർജുനൻ അങ്ങനെയല്ല. വലത് കൈകൊണ്ട് എയ്യുക മാത്രമല്ല, പിന്നെയോ ഇടത് കൈകൊണ്ടും അമ്പെയ്യും. വലത് കൈയിൽ വില്ല് പിടിച്ച് ഇടത് കൈകൊണ്ടും അമ്പെയ്യും. അതുകൊണ്ട് അർജുനന് അമ്പെയ്ത്തിന്റെ കാര്യത്തിൽ ഒരു നിമിഷം പോലും വിശ്രമത്തിന്റെ ആവശ്യമില്ല. ഇങ്ങനെ രണ്ട് കൈയും മാറി 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 അർജുനൻ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. മറ്റു വില്ലാളികൾക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് അല്പം വിശ്രമം വേണ്ടി വരും. അങ്ങനെയുള്ളവനായ ലോകം കണ്ട വില്ലാളികളിൽ മുമ്പനായിരിക്കുന്ന അർജുനൻ ഈ വാക്കുകളെ ഗൗനിച്ചില്ല, അതിനെ തിരസ്കരിച്ചു. വെള്ളം കുടിക്കാനായിട്ട് തടാകത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അർജുനൻ ഇറങ്ങി. നിപപാത, അർജുനൻ വീഴുകയും ചെയ്തു. അർജുനൻ അതുകൊണ്ട് മടങ്ങി വന്നില്ല. ഇവിടെ യുധിഷ്ഠിരൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കൈലാസത്ത് പോയി ഭഗവാനെ കണ്ട് മടങ്ങി വന്ന് ദേവലോകത്ത് പോയി ദേവലോകത്തിൽ ഇത്രയേറെ സേവനങ്ങളൊക്കെ ചെയ്ത് അസുര ഉപദ്രവമെല്ലാം പരിപൂർണമായും തീർത്ത് മടങ്ങി വന്ന അർജുനൻ ഇങ്ങനെ തൊട്ടടുത്തൊരു കാട്ടില് ആപത്തിൽപ്പെടുമെന്ന് ആർക്ക് സങ്കല്പിക്കാനാകും? പക്ഷെ ആ അർജുനൻ മടങ്ങി വരുന്നില്ല. യുധിഷ്ഠിരന്റെ പരിഭ്രമം വർദ്ധിച്ചു. അപ്പോഴേക്കും യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? അദ്ദേഹം അഥാബ്രവീത് ഭീമസേനം കുന്തിപുത്രോ യുധിഷ്ഠിര. കുന്തിപുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ ഭീമസേനോട് പറഞ്ഞു. എന്താ പറഞ്ഞു വെച്ചാൽ, അല്ലയോ ഭീമ, നകുലനും സഹദേവനും ലോകത്തിൽ സർവശത്രുക്കളെയും സംഹരിക്കുന്നവനായ ബീഭത്സു ഇവിടെ നിന്നിട്ട് വെള്ളം കൊണ്ടുവരാനായി പോയിട്ട് സമയം ഏറെ കടന്നുപോയിരിക്കുന്നു. അവര് മടങ്ങി വരുന്നുമില്ല. അതുകൊണ്ട് നീ അന്വേഷിച്ചു ചെല്ലുക. താംശൈവ ആനയ ഭദ്രം തേ പാനീയം ച ത്വമാനയ. അല്ലയോ ഭീമ, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ. നീ വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ആ തടാക തീരത്തേക്ക് ചെല്ലുക. ഈ സഹോദരന്മാരെ എല്ലാവരെയും നീ മടക്കിക്കൊണ്ടുവരിക. അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും കൊണ്ടുവരിക. നീ യഥേഷ്ടം ജലം കുടിച്ചിട്ട് എനിക്ക് കുടിക്കാൻ വെള്ളവും കൊണ്ടുവരിക. ജ്യേഷ്ഠൻ പറഞ്ഞ മാത്രയിൽ ഭീമൻ പുറപ്പെട്ടു. ഭീമൻ വളരെ വേഗത്തിൽ ആ തടാകത്തിന്റെ തീരത്ത് ചെന്നു. അപ്പോഴാണ് 3 സഹോദരങ്ങളും അവിടെ മരിച്ചതിന് തുല്യമായി, ഒരു പക്ഷേ മരിച്ചത് തന്നെ ആകാം, ആ അവസ്ഥയിൽ അവിടെ കിടക്കുന്നു. ഈ കാഴ്ച കണ്ടു ഭീമൻ ആകെ ദുഃഖിതനായിപ്പോയി. അദ്ദേഹം ഓടി അടുത്ത് ചെന്നു. എന്നിട്ട് അവരെയെല്ലാം പരിശോധിച്ചു നോക്കി. അനക്കമില്ല, ഒരു പ്രകാരത്തിലും അനക്കമില്ല. ഭീമൻ ആ തടാകത്തിൽ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും അശരീരി കേട്ടു. മാതാത സാഹസം കാർഷി മമ പൂർവപരിഗ്രഹ. അതേ വാക്യം തന്നെയാ കേൾക്കുന്നേ. അല്ലയോ കുഞ്ഞെ, നീ സാഹസം ചെയ്യരുത്. ഈ തടാകം എന്റെ സ്വത്താണ്. എന്റെ അനുവാദമില്ലാതെ ആർക്കും അതിൽ ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നീ അതിനകത്ത് ഇറങ്ങരുത്. ഞാൻ നിന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് നീ സമാധാനം നൽകണം. നൽകിക്കഴിഞ്ഞാൽ നിനക്ക് വെള്ളം കുടിക്കാം. വെള്ളം കൊണ്ട് നിനക്ക് മടങ്ങിപ്പോവുകയും ചെയ്യാം. ആ സഹോദരന്മാരെ ജീവിപ്പിക്കാമെന്നൊന്നും
ആ അശരീരി പറഞ്ഞില്ല, നിനക്ക് വെള്ളം കുടിക്കാം, വെള്ളവും കൊണ്ട് മടങ്ങി പോവുകയും ചെയ്യാം. ഇങ്ങനെ ആ അശരീരി പറയുമ്പോൾ ഭീമൻ അത് വകവയ്ക്കുമോ? കാറ്റിന്റെ പുത്രനായിരിക്കുന്ന ഭീമൻ ലോകത്തിൽ എന്തിനേയും ഗദാഘാതത്താൽ തച്ച് തകർക്കുന്ന ഭീമൻ തന്റെ മുന്നിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാത്ത ഈ ഭീരുവിന്റെ വാക്കുകളെ അംഗീകരിക്കില്ല. ഭീമൻ എന്ത് ചെയ്തു? ആ അശരീരിയുടെ ചോദ്യങ്ങൾ കേൾക്കാൻ നിന്നില്ല, അതിന് മറുപടി പറയാനും നിന്നില്ല. ഒരു വെല്ലുവിളി എന്നോണം തടാകത്തിൽ ഇറങ്ങി. തന്നെ കൊല്ലാനുള്ള ശേഷി ഇവനുണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ, നോക്കാം. പക്ഷേ ഭീമൻ അപ്പോൾ നിലത്ത് വീണു. വെള്ളം കുടിക്കാനായില്ല. തടാകത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. ആ കരയിലെത്തി വെള്ളം ഇങ്ങനെ കോരി കുടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഭീമനും നിപപാതഃ വീണു. ഭീമനും മടങ്ങി വന്നില്ല. ആ അവസരത്തില് യുധിഷ്ഠിരന് പരിഭ്രമം വർദ്ധിച്ചു. ഭീമൻ അസാധ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും തന്നെയില്ല. ആ ഭീമനെയും കാണുന്നില്ല. ഭീമനും അർജുനനും അവിടെ ഒരുമിച്ചുണ്ട്. അവരെ പോലെ തന്നെ മഹാപരാക്രമികളായ നകുലനും സഹദേവനുമുണ്ട്. 4 പേരും മടങ്ങി വരുന്നില്ല. ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് യുധിഷ്ഠിരൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്നാൽ താൻ തന്നെ പോയി അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് സമുത്ഥായ മഹാബാഹുർ ദഹ്യമാനേന ചേതസ, ആ മഹാബാഹുവായിരിക്കുന്ന വീരനായിരിക്കുന്ന യുധിഷ്ഠിരൻ ഉടനെ തന്നെ എണീറ്റു. അദ്ദേഹത്തിന്റെ മനസ്സ് ആളിക്കത്തുന്നുണ്ടായിരുന്നു, മനസ്സ് ദഹിക്കുന്നുണ്ടായിരുന്നു. സഹോദരങ്ങൾക്ക് എന്തു പറ്റി എന്നുള്ളതായ ആ ഉത്കണ്ഠയാൽ മനസ്സ് ആകെ നീറുന്നുണ്ടായിരുന്നു. അദ്ദേഹം വ്യപേത ജനനർഘോഷം പ്രവിവേശ മഹാവനം, ആ വലിയ കാട്ടിനുള്ളിലേക്ക്, കൊടുങ്കാട്ടിനുള്ളിലേക്ക്, സാധാരണ ആർക്കും ഭയം ഉളവാക്കുന്നതായ കൊടുങ്കാട്ടിനുള്ളിലേക്ക് അദ്ദേഹം ഓടിക്കയറി. അവിടെ മനുഷ്യ ശബ്ദമൊന്നും കേൾക്കാനില്ല. കാരണം അവിടെ എങ്ങും മനുഷ്യന്റെ വാസമില്ല. ആകെ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ രാക്ഷസന്മാരുണ്ടായിരിക്കാം. പക്ഷേ രാക്ഷസന്മാരുടെ സാന്നിധ്യത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല അതുവരെ. അങ്ങനെ വ്യപേത ജനനർഘോഷം, മനുഷ്യ ശബ്ദം എങ്ങും ഇല്ലാത്തതായ ആ കാട്ടിനുള്ളിലേക്ക് അതേ ഓടിക്കയറി. ആ കാട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? രുരുഭിശ്ച വരാഹശ്ച പക്ഷിഭിശ്ച നിഷേവിതം. രുരുക്കളുണ്ട്, വലിയ ഒരിനം മാന്, ചാരനിറവും കറുത്ത നിറവും ഇങ്ങനെ ശരീരത്തിൽ പ്രകടമാകുന്ന ആ വർണ്ണപ്പൊലിമയുള്ളതായ വലിയ മാന്. അതേപോലെ വരാഹങ്ങൾ, പന്നികൾ, വളരെ അപകടകാരികളാണ് രണ്ടു കൂട്ടരും. പിന്നെ പക്ഷികൾ, ഇവരെയൊക്കെ കൊണ്ട് നിറഞ്ഞതാണ് ആ വനം. അതിനുള്ളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. മധ്യാഹ്നത്തിൽ പോലും സൂര്യപ്രകാശം ആ കാട്ടിനുള്ളിലേക്ക് കടന്നു ചെല്ലില്ല. അത്ര കണ്ട് വൃക്ഷങ്ങളാൽ നിബിഡമാണ് ആ കാനനം. സഗച്ഛൻ കാനനേ തസ്മിൻ ഹേമജാല പരിഷ്കൃതം ദദർശതത് സരശ്രീമാൻ വിശ്വകർമ്മകൃതം യഥാ. ആ സരസിനെ കണ്ടു. വളരെ മനോഹരമായ സരസ്, സ്വർണ്ണ നിറമുള്ളതായ പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞ, തനി തങ്കത്തിന്റെ വർണ്ണമുള്ളതായ പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ തടാകത്തെ അദ്ദേഹം കണ്ടു. ഇത്ര സുന്ദരമായൊരു തടാകം വേറെങ്ങും അദ്ദേഹം കണ്ടിട്ടില്ല. ഈ തടാകത്തെ കണ്ടു കഴിഞ്ഞാൽ വിശ്വകർമാവ് പ്രത്യേകം മനസ്സ് വച്ചിട്ട് നിർമ്മിച്ചതാണോ എന്ന് തോന്നും. അങ്ങനെയുള്ളതായ ആ തടാകത്തെ അദ്ദേഹം നേരിട്ട് കണ്ടു. ആ തടാകത്തിന്റെ തീരത്തേക്ക് ഓടിയെത്തുമ്പോഴോ സദർശ ഹതാൻ ഭ്രാതൃൻ ലോകപാലാനിവച്യുതാൻ, മരിച്ചു കിടക്കുന്ന സ്വന്തം സഹോദരങ്ങളെ കണ്ടു ആ തടാകത്തിന്റെ തീരത്ത്. അവരെ കണ്ടു കഴിഞ്ഞാൽ എന്തു തോന്നും? കൽപ്പാന്തത്തില് പ്രാണൻ നഷ്ടപ്പെട്ട് അങ്ങനെ താഴേക്ക് വീണുപോയതായ ലോകപാലന്മാരാണോ എന്ന് തോന്നും. ലോകപാലന്മാർ ദേവന്മാരാണല്ലോ. അവർ ലോകത്തെ രക്ഷിക്കുന്നു.
പക്ഷേ പ്രളയസമയത്ത് അവർക്കും അവരുടെ ആയുസ് നഷ്ടപ്പെടുന്നു. അങ്ങനെ വീണുപോയതായ ലോകപാലന്മാരാണോ എന്ന് തോന്നും. അതേ രൂപഭംഗിയും അതേ രീതിയിലുള്ളതായ ഓജസ്സും അതേ രീതിയിലുള്ളതായ കരുത്തുമൊക്കെ പ്രകടമാക്കുന്ന ശരീരത്തോടു കൂടിയിട്ട് തൻ്റെ സഹോദരങ്ങൾ അവിടെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായി തീർന്നു. അദ്ദേഹം ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. കാണുന്ന കാഴ്ചയോ വിനികീർണ ധനുർബാണം ദൃഷ്ട നിഹതം അർജുനൻ കൊല്ലപ്പെട്ട് കിടക്കുക. കയ്യിലുള്ളതായ വില്ലും അതേപോലെ തന്നെ അമ്പുകളുമെല്ലാം അവിടെ ചിതറിക്കിടപ്പുണ്ട്. എന്ന് മാത്രമല്ല, സമീപത്തായിട്ട് ഭീമസേനം യമൗ ചൈവ ഭീമസേനനെയും കണ്ടു മരിച്ചു കിടക്കുന്നു. ആ യമന്മാരെയും ആ ഇരട്ടക്കുട്ടികളെയും നകുല സഹദേവന്മാരെയും അവരെയും കണ്ടു. നിർവിചേഷ്ടാൻ ഗതായുഷഃ ആയുസ് നഷ്ടപ്പെട്ട് യാതൊരു ചലനവുമില്ലാതെ നിശ്ചലമായിട്ട് അവർ കിടക്കുന്നത് കണ്ടു. അത് കണ്ടിട്ട് സദീർഘമുഷ്ണം നിശ്വസ്യ ദുഃഖത്തിന്റെ ആധിക്യത്താൽ ചുടുനിശ്വാസങ്ങൾ യുധിഷ്ഠിരിൽ നിന്ന് പുറപ്പെടുകയായി. ശോകത്തിന്റെ കണ്ണുനീര് അദ്ദേഹത്തിന്റെ കണ്ണിൽ കൂടി ധാരധാരയായിട്ട് പ്രവഹിക്കാനായി തുടങ്ങി. യുധിഷ്ഠിരൻ ആ സഹോദരന്മാരുടെ സമീപത്ത് ചെന്നിരുന്നുകൊണ്ട് ഉറക്കെ വിലപിക്കാൻ ആരംഭിച്ചു.